KSRTCക്ക് വേണ്ടി വർഷത്തിൽ 1000 പുതിയ ബസ്സുകൾ LDF സർക്കാർ വാങ്ങിയിരുന്നത് UDF സർക്കാർ അട്ടിമറിച്ചത് KSRTCയുടെ നാശത്തിനും സർവീസ് വെട്ടിക്കുറയ്ക്കുന്നതിനും കാരണമായതായി KN ബാലഗോപാൽ MP ആരോപിച്ചു. പുനലൂർ NSS ഹാളിൽ ചൊവ്വാഴ്ച സംഘടിപ്പിച്ച KSRTA CITU എംപ്ലോയീസ് അസോസിയേഷൻ പുനലൂർ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിനകത്ത് ഒരു വർഷം 1000 ബസ്സുകൾ വീതം എടുത്തുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ച LDF സർക്കാരിന്റെ കാലത്ത് ഭരണം മുന്നോട്ട് പോയത്. പക്ഷെ ഇപ്പൊ ഈ സർക്കാർ വന്നിട്ട് 2 വർഷം കഴിഞ്ഞു, 2.5 വർഷമാകാൻ പോകുന്നു. 2 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ 740 ബസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എടുത്തൊരു പൊതുമാനദണ്ഡം അനുസരിച്ച് 2000 ചില്ലാനം ബസ് എടുക്കേണ്ട 2500ഓളം ബസ് എടുക്കേണ്ട സ്ഥലത്ത് 740 ബസ് എടുക്കണമെങ്കിൽ 3 ബസ്സുള്ളത് 3 ബസ് എടുക്കുന്നുണ്ട്. അതിന് ഫലമായിട്ട് എന്താ, ബസ്സുകൾ വരുന്നത് റീപ്ലേസ് ചെയ്യേണ്ട 15 വർഷം കഴിയുമ്പോൾ കമ്പൽസറി റീപ്ലേസ്മെന്റ് ആണ്. റീപ്ലേസ്മെന്റിനുള്ള ബസ് പോലും വരുന്നില്ല. റീപ്ലേസ്മെന്റിനുള്ള ബസ് വന്നില്ലെങ്കിൽ ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്യും. ഇവിടെ ഡെയിലി 3500ഓളം കിലോമീറ്റർ ഷെഡ്യൂൾ ക്യാൻസലേഷൻ ഉണ്ടെന്നാണ് ഹനി റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. രാവിലെ 9 മണിക്ക് രക്തസാക്ഷി പ്രമേയം, പതാക ഉയർത്തൽ, പുഷ്പാർച്ചന, അനുശോചന പ്രമേയം തുടങ്ങിയ പരിപാടികളോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിന് യൂണിറ്റ് പ്രസിഡന്റ് D. കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KSRTA സംസ്ഥാന സെക്രട്ടറി സുശീലൻ മണവാരി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ, KSRTA സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി P. ഗോപാലകൃഷ്ണൻ, KSRTA ജില്ലാ സെക്രട്ടറി C. രാമചന്ദ്രൻ നായർ, CITU ഏരിയ സെക്രട്ടറി PS ചെറിയാൻ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P. സജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.